ഇനി ജൈനമാ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, എന്തെങ്കിലും ഇതിനു മുൻപത്തെ ചോദ്യം ചെയ്യലടക്കം എന്തെങ്കിലും നിർണായകമായ ഒരു സൂചന ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇയാളുടെ ഈ ക്രൂരതകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഇവർക്കുണ്ടായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാകുന്നുണ്ടോ? ദിവിഷ, ഇത് രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സുബിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ചിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ആളാണ്, കൊലപാതകം ചെയ്യുന്ന ആളാണ്, തൻ്റെ ഭർത്താവ് എന്ന കാര്യമൊന്നും തന്നെ അറിയില്ല, അത്തരത്തിലൊരു പെരുമാറ്റത്തിലൊന്നും തന്നെ ആ തരത്തിലോ ഒന്നും തന്നെ തോന്നിയിരുന്നില്ല എന്നൊരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ സുബി ക്രൈംബ്രാഞ്ചിന് നൽകിയത്. അതിന് പിന്നാലെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും സുബിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. അരമണിക്കൂർ മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സുബി എത്തിയത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പും ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരമെന്ന് പറയുന്നത്. പ്രധാനമായും ഏറ്റുമാനൂരിലെ സെബാസ്റ്റ്യന്റെ വീട്, അതായത് സെബാസ്റ്റ്യന്റെ ഭാര്യ വീടെന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. ആ വീട്ടിൽ തെളിവെടുപ്പുണ്ടാകും. ഒപ്പം ഈരാറ്റുപേട്ടയിലെ ഒരു കടയിൽ വെച്ചാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഈ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത്. ആ കടയിലെത്തിച്ചും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാളെ ഈ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. അതിനാൽ തന്നെ പരമാവധി തെളിവുകളും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇന്ന് രാത്രി കൊണ്ട് തന്നെ പൂർത്തീകരിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കും. പ്രത്യേകിച്ച് ഈ അന്വേഷണമായി ഈ ഒരു തരത്തിലും ഈ പ്രതി സഹകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയെ കൊണ്ട് തരത്തിൽ മറുപടി പറയിക്കുന്ന തരത്തിൽ എന്താണ് സംഭവിച്ചെന്ന തരത്തിലേക്ക് ഈ പ്രതി ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പലതരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളൊക്കെ വെച്ചാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ DNA റിസൾട്ട് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കിട്ടും എന്നതാണ്. അതോടുകൂടി ഈ എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് തന്നെയാണ് ഇതിലെ ഏറ്റവും നിർണായകമായ. പോലീസിന് അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ആ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഈ കാണാതായി എന്ന് പറയപ്പെടുന്ന ആളുകളുടെ അസ്ഥികൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ പോലീസിന് അത് വലിയ നേട്ടമാണ്. പിന്നീട് കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും.